പുറത്ത് നിലാവെളിച്ചം മുറ്റത്തെ മുല്ലപ്പൂക്കളിൽ തട്ടി മിന്നുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ മെഴുതിരിയുടെ മഞ്ഞവെളിച്ചത്തിൽ സോഫിയ ഒലിവിയയെ ചേർത്തു പിടിച്ചിരുന്നു. അമ്മേ, സ്നേഹമെന്നാൽ എന്താണ്? ഒലിവിയയുടെ കുഞ്ഞു കണ്ണുകളിൽ കൗതുകം നിഴലിച്ചു. സോഫിയ അവളുടെ മുടിയിൽ തലോടി. സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല മോളെ, അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. പണ്ട് യേശു പറഞ്ഞ ഒരു കഥ കേൾക്കണോ? സോഫിയ കഥ പറഞ്ഞു തുടങ്ങി. ഒലിവിയയുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് ആ മുറി ഒരു പഴയകാല വീഥിയായി മാറി. പണ്ട് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന വിജനമായ ഒരു മലമ്പാതയുണ്ടായിരുന്നു. ഹുയ് എന്ന് വീശുന്ന കാറ്റും കല്ലുകൾ നിറഞ്ഞ വഴിയും. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് കുറച്ച് കള്ളന്മാർ അയാളെ ആക്രമിച്ചു. അയാളുടെ പണവും വസ്ത്രവും കവർന്ന് അവർ അയാളെ വഴിയിൽ ഉപേക്ഷിച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. സഹായിക്കണേ എന്ന് അയാൾ ദയനീയമായി വിളിച്ചു. ആ വഴി ഒരു പുരോഹിതൻ നടന്നുവന്നു. അയാൾ വലിയ ഭക്തനായിരുന്നു. എന്നാൽ വഴിയിൽ കിടക്കുന്ന ആ പാവം മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ പേടിച്ചു. തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് അയാൾ റോഡിന്റെ മറുവശത്തുകൂടി വേഗത്തിൽ നടന്നുപോയി. അയാൾ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു മനുഷ്യൻ ആ വഴി വന്നു. അയാൾ ഒരു ലേവ്യനായിരുന്നു. അയാൾ പരിക്കേറ്റ മനുഷ്യന്റെ അടുത്ത് ചെന്നു നിന്നു. ഒന്ന് നോക്കി. എന്നിട്ട് അയാളും സഹായിക്കാതെ അവിടെ നിന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. എന്ന് അയാളുടെ ചെരുപ്പിന്റെ ശബ്ദം അകന്നുപോയി. പാവം യാത്രക്കാരൻ ആ വലിയ വെയിലിൽ സഹായത്തിനായി കാത്തുകിടന്നു. അപ്പോഴാണ് അങ്ങകലത്തുനിന്ന് ഒരു കഴുതയുടെ നടപ്പിന്റെ ശബ്ദം കേട്ടത്. ക്ലിക്ക് ക്ലോക്ക്, ക്ലിക്ക് ക്ലോക്ക്. ഒരു ശമര്യക്കാരൻ തന്റെ കഴുതയുമായി വരികയായിരുന്നു. അന്നത്തെ കാലത്ത് ആളുകൾക്ക് ശമര്യക്കാരെ വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ മുറിവേറ്റ മനുഷ്യനെ കണ്ടപ്പോൾ ആ ശമര്യക്കാരന്റെ ഉള്ളിൽ വലിയ സ്നേഹവും കരുണയും തോന്നി. അയാൾ ഓടിച്ചെന്ന് അയാളുടെ അരികിലിരുന്നു. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് അയാൾ മൃദുവായി പറഞ്ഞു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞുമെടുത്ത് ആ മനുഷ്യന്റെ മുറിവുകളിൽ പുരട്ടി. സ്വന്തം വസ്ത്രം കീറി അയാൾ മുറിവുകൾ കെട്ടി. എന്ന ആശ്വാസത്തോടെ ആ യാത്രക്കാരൻ കണ്ണുകൾ തുറന്നു. സ്നേഹം ആ മുറിവുകൾക്ക് മരുന്നായി മാറി മോളെ. സോഫിയ ഒലിവിയയുടെ കൈകൾ കോർത്തുപിടിച്ചു. ശമര്യക്കാരൻ ആ മനുഷ്യനെ സാവധാനം താങ്ങി എഴുന്നേൽപ്പിച്ചു. തന്റെ കഴുതയുടെ പുറത്ത് അയാളെ ഇരുത്തി. അയാൾ നടന്നു പോകാതെ ആ പാവം മനുഷ്യനു വേണ്ടി കഷ്ടപ്പെട്ടു. ആ മലമ്പാതയിലൂടെ അവർ സാവധാനം നീങ്ങി. വഴിയിലുടനീളം ശമര്യക്കാരൻ ആ മനുഷ്യനെ താങ്ങിക്കൊണ്ടിരുന്നു. സ്നേഹം എന്നാൽ മറ്റൊരാളുടെ ഭാരം നമ്മുടേതാക്കി മാറ്റുന്നതാണ്. അവർ ഒരു സത്രത്തിലെത്തി. രാത്രി മുഴുവൻ ആ ശമര്യക്കാരൻ അവിടെയിരുന്ന് അയാളെ പരിചരിച്ചു. പിറ്റേന്ന് യാത്ര തിരിക്കുമ്പോൾ സത്രക്കാരന്റെ കയ്യിൽ 2 നാണയങ്ങൾ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഇയാളെ നന്നായി നോക്കണം. കൂടുതൽ എന്തെങ്കിലും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. അയാൾക്ക് ആ യാത്രക്കാരനെ മുൻപരിചയം പോലുമില്ലായിരുന്നു. എങ്കിലും അയാൾ തന്റെ സമ്പത്തും സമയവും ആ സ്നേഹത്തിനായി നൽകി. ഒലിവിയ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മേ, ആ ശമര്യക്കാരനാണല്ലേ യഥാർത്ഥ അയൽക്കാരൻ? സോഫിയ പുഞ്ചിരിച്ചു. അതെ മോളെ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മളെ അറിയാത്തവരെയും സഹായിക്കാൻ ആരുമില്ലാത്തവരെയും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. യേശു പഠിപ്പിച്ചത് അതാണ്. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ അയൽക്കാരായി മാറും. മുറിയിലെ വെളിച്ചം അണഞ്ഞു. ഇപ്പോൾ പുറത്തെ നക്ഷത്രങ്ങൾ മുറിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു. ഒലിവിയ കണ്ണുകൾ അടച്ചു. അവൾ ആ ശമര്യക്കാരന്റെ സ്നേഹം തന്റെ കുഞ്ഞു ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. സോഫിയ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നാളെ നമുക്കൊരാളെ സ്നേഹത്തോടെ സഹായിക്കാം, ഒലിവിയ മന്ത്രിച്ചു. ആ രാത്രി ആ വീട് മുഴുവൻ സ്നേഹത്തിന്റെ മണമുള്ള ഒരു പൂന്തോട്ടം പോലെ സുരക്ഷിതമായിരുന്നു.